ടുഡേയ്സ് ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷമല്ലേ? സന്തോഷത്തോടെ ഇരിക്കണം. നമ്മുടെ ജീവിതമാണ്. സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വരും. നമ്മുടെ ലൈഫിൽ ഉയർച്ച താഴ്ചകളുണ്ടാകും, കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകും. ലൈഫാണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. കർത്താവ് കൂടെയുണ്ട്. എപ്പോഴും വളരെ ക്ലിയറായിട്ട് പോകുന്നത് ഒരു ലൈഫല്ല. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും ഒരു ഉയർച്ചയും താഴ്ചയും ഉണ്ട്, ഒരു കയറ്റവും ഇറക്കമുണ്ട്. അതുകൊണ്ട് അതങ്ങനെ കാണണം, ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിന് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. കർത്താവിനോടുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. കർത്താവിന് വിട്ടുകൊടുക്കണം. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കർത്താവിന് വിട്ടുകൊടുക്കണം കേട്ടോ. കർത്താവ് കൂടെയുണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ കസിൻ ബ്രദറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന റോഷൻ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ സാക്ഷ്യമാണ് നിങ്ങളോട് പറയുന്നത്. റോഷൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു അത്ഭുതം. 9ാമത്തെ വയസ്സിലാണ് 2 കൈകൾ നിറയെ അരിമ്പാറ വന്നു. വളരെയധികം വിഷമമായി. ക്ലാസ്സിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്ന് അവഗണന, ബന്ധുക്കളിൽ നിന്നുള്ള അവഗണന, എല്ലാവരും മാറ്റി നിർത്തുന്ന ഈ ഒരു അവസ്ഥ, ഈ ഒരു രോഗം. ഏകദേശം 3 വർഷം ഈ രോഗവും കൊണ്ട് കടന്നു. കാണിക്കാത്ത ഡോക്ടേഴ്സില്ല, കഴിക്കാത്ത മരുന്നുകളില്ല. എന്തൊക്കെ ചെയ്തിട്ടും ഈ രോഗം മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കെ വിശുദ്ധ അന്തോണീസിൻ്റെ പള്ളിയിൽ റോഷനെ അമ്മ കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ ഒരു നേർച്ചയുണ്ട്. ഉപ്പും കുരുമുളകും കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇടണം. അങ്ങനെ റോഷൻ്റെ അമ്മ ഉപ്പും കുരുമുളകും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് റോഷൻ്റെ കയ്യിലേക്ക് കൊടുത്തു. റോഷൻ ഇത് വാങ്ങി തൻ്റെ അരിമ്പാറ നിറഞ്ഞ കയ്യിലേക്ക് അമ്മ നൽകിയ ഉപ്പും കുരുമുളകും വാങ്ങി അവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ നാമധേയത്തിലുള്ള ആ പള്ളിയിൽ റോഷനത് ഇട്ടിട്ട് പ്രാർത്ഥനയോടെ തിരിച്ചു പോന്നു. വളരെ സങ്കടത്തോടെ വീട്ടിലെത്തി റോഷൻ കിടന്നുറങ്ങി. പ്രിയപ്പെട്ടവർ, അതിരാവിലെ ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റപ്പോൾ കാണുന്ന ഒരു കാഴ്ച അത്ഭുതം എന്ന് പറയട്ടെ. തൻ്റെ 2 കൈയിലും അരിമ്പാറ കൊണ്ട് വികൃതമായ 2 കൈകളിലും ഒരു അരിമ്പാറ പോലും ഇല്ലാത്ത വിധത്തിൽ കർത്താവ് പരിപൂർണമായി റോഷനെ സുഖപ്പെടുത്തി. പരിപൂർണമായി, ഒന്നുപോലും ഇല്ലാത്ത വിധം റോഷനെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവർ, ഇന്ന് റോഷന് 35 വയസ്സായി. അതായത് 11ാമത്തെ വയസ്സിലാണ് കർത്താവ് സുഖപ്പെടുത്തി. ഇന്ന് 24 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും റോഷൻ്റെ കയ്യിൽ ഒരു അരിമ്പാറ പോലും ഇല്ല. നിങ്ങളിപ്പോൾ കാണുന്നത് റോഷൻ്റെ കൈകളാണ്. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചാൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ഒരു പക്ഷേ മനുഷ്യർക്ക് അസാധ്യമായിരിക്കാം, ഒരിക്കലും കഴിയില്ലെന്ന് പറയുന്ന കാര്യമായിരിക്കും നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാകാം, ഒരുപാട് മരുന്ന് കഴിച്ചിട്ടുണ്ടാകാം, മരണം വരെ നീ മരുന്ന് കൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ കർത്താവിന് ഒരു നിമിഷം മതി നമ്മുടെ രോഗങ്ങളെ മാറ്റാൻ, നമ്മളെ സുഖപ്പെടുത്താൻ. ഇത് പറയുമ്പോൾ എല്ലാ രോഗങ്ങളും മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, അല്ലേ? നമുക്കറിയാം, വിശുദ്ധ അൽഫോൻസാമ രോഗം മൂലമാണ് മരിച്ചത്. തിരുസഭയിലുള്ള അനേകം വിശുദ്ധർ രോഗം മൂലമാണ് മരിച്ചത്. അപ്പോൾ അവർക്ക് രോഗം കൊടുത്തത് എന്താണ്? അപ്പോൾ എല്ലാ രോഗങ്ങളും കർത്താവ് സുഖപ്പെടുത്തില്ല. ചിലത് ദൈവം അനുവദിക്കുന്നതാണ്. ദൈവം അനുവദിക്കുന്ന രോഗങ്ങളുണ്ട്, അത് നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ആ രോഗം. ആ ഒരു സഹനം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ദൈവം അനുഗ്രഹങ്ങളുടെ ഒരു നീർച്ചാല് തന്നെ ഒഴുക്കുന്നത്. അതുകൊണ്ട് രോഗികളായിട്ടുള്ളവർ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ രോഗാവസ്ഥ എവിടെയാണോ അവിടെ നിങ്ങൾ കൈകൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, യേശുവിൻ്റെ മുൻപിൽ ആര് വന്നാലും യേശു അവരെ സുഖപ്പെടുത്തുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം ചോദിക്കും. എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. യേശു എന്താ ചോദിക്കുന്നത്? തൻ്റെ മുമ്പിൽ വന്ന അന്ധനോട്, കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യനോട് കർത്താവ് ചോദിച്ചു, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അന്ധൻ എന്തു പറഞ്ഞു? കർത്താവെ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഉണ്ടോ? അവൻ വിശ്വസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? തൽക്ഷണം അവൻ്റെ കാഴ്ചശക്തി അവന് തിരിച്ചു കിട്ടി. അപ്പോൾ വിശ്വാസമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിൽ രോഗികൾ സുഖപ്പെടുമ്പോൾ പലരും ട്രോൾ ചെയ്യാറുണ്ട്, പലരും കളിയാക്കാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവർ, എന്തെല്ലാം കളിയാക്കിയാലും മനസ്സിലാക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവിനോടാണ്. ആ കർത്താവിനെ നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും. ആ കർത്താവിനെ നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും. അങ്ങനെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ രോഗം കർത്താവ് സുഖപ്പെടുത്തും.
കർത്താവിന് ശക്തിയുണ്ട്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഫോർ നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. റോഷനെ സുഖപ്പെടുത്തിയ കർത്താവ് നിങ്ങളെയും സുഖപ്പെടുത്തും. ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനവും പ്രിയപ്പെട്ട അതുമായി ബന്ധപ്പെട്ട വചനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-21 തിരുവചനം. വചനം പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. വചനം പറയുകയാണ് കടുകുമണിയോളം വിശ്വാസം. കടുക് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ മൈന്യൂട്ട്, വളരെ ചെറുതാണല്ലേ. ഇത്രയും വിശ്വാസം മതി, വലിയൊരു വിശ്വാസമല്ല, കടുകുമണിയോളം. ഇത്ര ഉള്ള ഈ കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ കണ്ടല്ലോ, കർത്താവ് പറയും അത്ഭുതകരമായിട്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ആ ഒരൊറ്റ വിശ്വാസം മതി. നമ്മുടെ വേദനകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, തകർച്ചകളിൽ, രോഗങ്ങളിൽ, കടബാധ്യതകളിൽ എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു ഇടപെടുമെന്നുള്ള ഒരു വിശ്വാസം, അത് കടുക് മണിയോളം മതി. അത് മതി. കർത്താവ് പറയാണ്, ആ ഒരു കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നീ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. അതായത് നിങ്ങളുടെ അവസ്ഥ മാറിപ്പോകും, കർത്താവ് പറയും. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഈ വചനം നമ്മുടെ എല്ലാവരുടെ മേൽ അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവേ, ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. ഒരുപാട് രോഗികളുണ്ട് കർത്താവേ, മരണം വരെ മരുന്ന് കഴിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് മാരകമായ രോഗങ്ങൾ, ക്യാൻസർ, അതുപോലെ HIV, അങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ പിടിപെട്ടവരുണ്ട്. കുഞ്ഞുനാൾ മുതൽ രോഗികളായിട്ടുള്ളവരുണ്ട്. ഈയിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ രോഗം തിരിച്ചറിഞ്ഞവരുണ്ട്. രോഗം മൂലം വേദനിക്കുന്നവരുണ്ട്. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. കർത്താവ് അവരെല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ രക്ഷിക്കുന്ന കരം, അങ്ങയുടെ സുഖപ്പെടുത്തുന്ന കരം ആ മക്കളുടെ മേൽ, ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങ് വെക്കണമേ. സകല രോഗപീഠകളെയും എടുത്തു മാറ്റണമേ. സകലർക്കും സൗഖ്യം നൽകി കർത്താവെ വലിയ ശക്തി, വലിയ കൃപ എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്താൽ, കൃപകളാൽ കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപോകാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, അഭിഷേകമാണ്. ഒരു വ്യക്തി നിങ്ങളിലൂടെ കർത്താവിനെ അറിയാൻ ഇടയായാൽ അതിൻ്റെ പങ്ക് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട, സന്തോഷത്തോടു കൂടെ ഇരിക്കുക കേട്ടോ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.